എക്സാലോജിക് എന്ന പേരിൽ അബുദാബിയിലുള്ള ഒരു കമ്പനി ഞങ്ങൾക്ക് വീണയുമായി ബന്ധമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് വീണയ്ക്കെതിരെയുള്ള ആരോപണം ഇല്ലാതാകുമോ? എക്സാലോജിക് എന്ന പേരിൽ ഒരുപക്ഷെ ഈ കമ്പനി മാത്രമല്ല മറ്റ് പല കമ്പനികളും ഉണ്ടായെന്ന് വരാം. ഈ എക്സാലോജിക് എന്ന പേരിലുള്ള ഈ കമ്പനിയാണ് ഈ ഇടപാട് നടത്തിയതെന്ന് ഷോൺ ജോർജ് പറഞ്ഞിട്ടില്ല. ഷോൺ പറഞ്ഞത് ടി വീണയുടെയും എം സുനീഷിന്റെയും പേരിൽ അവിടെ ഒരു അക്കൗണ്ട് ഉണ്ടെന്നും ആ അക്കൗണ്ടിലൂടെ കോടികളുടെ ഇടപാട് നടന്നിട്ടുണ്ടെന്നുമാണ്. അത് എക്സാലോജിക്കിന്റെ അക്കൗണ്ട് ആണ് എന്ന് കരുതുന്നു. ഇവിടെ 3 കാര്യങ്ങൾ പ്രസക്തമാണ്. എക്സാലോജിക് എന്ന പേരിൽ വീണ വിജയന് ഇവിടെ ഒരു കമ്പനി ഉള്ളത് കൊണ്ട് ആ പേരിൽ അല്ലാതെ മറ്റൊരു പേരിൽ വീണ വിജയന് മറ്റൊരു കമ്പനി മറ്റൊരിടത്ത് നടത്തിക്കൂടാഴുകയില്ല. അതുകൊണ്ട് എക്സാലോജിക് ഇവിടെ മാത്രമേ ഉള്ളൂ, എക്സാലോജിക്കിന് അവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആരോപണം തള്ളിക്കളയാൻ പറ്റില്ല. 2, എക്സാലോജിക് എന്ന പേരിൽ മറ്റൊരു കമ്പനി ഉണ്ട് എന്നതുകൊണ്ട് വീണയെ പുണ്യവതിയാക്കാൻ സാധ്യമല്ല. ഇവിടുത്തെ പ്രശ്നം 3ാമത്തേതാണ്. വീണ വിജയന്റെ പേരിലും സുനീഷ് എന്ന ഒരാളുടെ പേരിലും ഒരു ജോയിന്റ് അക്കൗണ്ട് അബുദാബിയിൽ ഉണ്ടോ? ആ ജോയിന്റ് അക്കൗണ്ടിൽ SNC ലാവലിനും PwC അടക്കമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും പണം എത്തിയിട്ടുണ്ടോ? അല്ലാതെയും മറ്റു പല സ്ഥാപനങ്ങളിൽ നിന്നും പണം എത്തിയിട്ടുണ്ടോ? അതേക്കുറിച്ച് എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്?